ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 237. ഈ കാരാഗൃഹവാസകാലത്ത് പൗലോസ് എഴുതിയ 4 ലേഖനങ്ങളിൽ മൂന്നാമത്തേതാണ് ഫിലമോൻ എഴുതിയ ലേഖനം. മറ്റുള്ളവ എഫേസ്യർ, കൊലോസ്യർ, ഫിലിപ്പിയർ എന്നിവയാണ്. ഫിലമോൻ്റെ അടുക്കൽ നിന്നും ഓടിപ്പോയിരുന്ന ഒനസിമോസ് എന്ന അടിമയോട് ക്ഷമിക്കണമെന്നും ഒരു സഹോദരനായി അവനെ കണക്കാക്കണമെന്നും അഭ്യർത്ഥിച്ചു കൊണ്ടെഴുന്നൊരു കത്താണ് ഈ ലേഖനം. കൊലോസ്യ സഭയിലെ സമ്പന്നനും അനേകം അടിമകളുടെ ഉടമയുമായിരുന്നു ഫിലമോൻ. അക്കാലത്തെ അടിമത്വത്തിൻ്റെ ഇരുണ്ട പശ്ചാത്തലത്തിലാണ് ഈ ലേഖനത്തിലെ സംഭവങ്ങളൊക്കെയും നടക്കുന്നത്. പുരാതന കാലം മുതൽ ലോകത്തിൽ നിലനിന്നിരുന്ന ശാപങ്ങളിലൊന്നായിരുന്നു അടിമക്കച്ചവടം. 12 കോടിയിൽ പരം ജനസംഖ്യ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലെ പകുതി പേരും അന്ന് അടിമകളായിരുന്നു. പൗലോസ് ഈ ലേഖനം എഴുതിയത് ഫിലമോന് വേണ്ടിയാണെങ്കിലും അവൻ്റെ ഭാര്യയായ അപ്പിയായ്ക്കും പൗലോസിൻ്റെ സഹപഠനയായി കൂടെ നിൽക്കുന്ന അർക്കിപ്പോസിനും, അതായത് ഫിലമോൻ്റെ മകൻ, കൂടാതെ ഫിലമോൻ്റെ വീട്ടിലെ സഭയ്ക്കും കൂടിയാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. പൗലോസ് വ്യക്തിപരമായി അനേകം എഴുത്തുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഫിലമോൻ എഴുതിയ ലേഖനം ഒന്ന് തന്നെയാണ്. പൗലോസിൻ്റെ മഹത്വമാർന്ന കാഴ്ചപ്പാട് ഈ ലേഖനത്തിൽ 4 നിലകളിൽ വിവരിച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ സ്വഭാവ മാഹാത്മ്യം ഒന്നാമതായി ഇതിൽ വെളിപ്പെട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൈവകരം വ്യാപരിക്കുന്നു എന്ന സത്യം ഇതിൽ വ്യക്തമാക്കി തരുന്നു. ഏറ്റവും താണ വ്യക്തികളെ ഉദ്ധരിക്കുന്നതിൽ വെളിപ്പെടുന്ന ക്രിസ്തീയ മാർഗത്തിൻ്റെ സവിശേഷതയും ഇതിൽ കാണാവുന്നതാണ്. മാത്രമല്ല, അടിമത്തത്തോട് പൗലോസിനുണ്ടായിരുന്ന ക്രിസ്തീയ മനോഭാവം ഇതിൽ പ്രകടമാക്കിയിരിക്കുന്നു. ഫിലമോൻ്റെ അടിമയായിരുന്ന ഒനസിമോസ് യജമാനൻ്റെ വിലപ്പെട്ട കുറേ സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് റോമിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. കുറേ കഴിഞ്ഞ് പൗലോസുമായി ബന്ധപ്പെടുവാൻ സാഹചര്യമുണ്ടായി. ഒനസിമോസ് തടവിൽ വെച്ച് സുവിശേഷത്താൽ വീണ്ടും ജനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ പൗലോസിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൻ തടവിൽ താമസിക്കുമ്പോൾ പൗലോസിന് തൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന ഒരു കൃത്യവിലോപത്തെപ്പറ്റി ശക്തിയായ ബോധമുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഒനസിമോസ് ഇന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രനായ ഒരു വിശ്വാസി ആണ്. എന്നാൽ പോലും അങ്ങകലെ കൊലോസ്യയിലുള്ള ഫിലമോൻ്റെ അടിമയുമാണ്. മറ്റൊരുവൻ്റെ വകയെ അയാളുടെ അനുമതി കൂടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒനസിമോസിനെ ഫിലമോൻ്റെ അടുക്കൽ അയക്കുക എന്നുള്ളത് തന്നെയാണ് പൗലോസിൻ്റെ താല്പര്യം. മാത്രമല്ല, ഒരു അടിമയുടെ മേൽ യജമാനന് എല്ലാ അധികാരവുമുണ്ട്. ഒളിച്ചോടിപ്പോയ അടിമ മരണശിക്ഷയ്ക്ക് അർഹനാണ്, അതായത് ക്രൂശിക്കപ്പെടേണ്ടവനാണ്. കൊന്നു കളയുന്നില്ലെങ്കിൽ ഓടിപ്പോയവൻ എന്ന് നെറ്റിയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് അടയാളമിട്ടിരിക്കും. പിന്നീട് ആയുസ് മുഴുവനും കയ്യിൽ ചങ്ങല ധരിച്ച് പണിയെടുക്കുകയും വേണം. എങ്കിലും ഈ മാനസാന്തരം വന്ന അടിമയെ ക്രിസ്തീയ മനോഭാവത്തിൽ സ്വീകരിക്കണം എന്നൊരു ശുപാർശക്കത്തിൻ്റെ ആവശ്യം പൗലോസ് ഈ ഫിലമോൻ എഴുതുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒനസിമോസ് ഇതിനകം പൗലോസിൻ്റെ വളരെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ ശുശ്രൂഷ പൗലോസിന് തികച്ചും ആശ്വാസപ്രദവും സന്തോഷകരവുമായിരുന്നു. എങ്കിലും അവൻ്റെ യജമാനന് അവനെ മടക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ടെന്ന് പൗലോസിന് ബോധ്യമായി. തിഹിക്കോസിനോടൊപ്പം ഫിലമോനുള്ള കത്തുമായി ഒനസിമോസിനെ അയക്കുവാൻ ഒരവസരം ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. ഫിലമോൻ്റെ മുമ്പിലുള്ള പൗലോസിൻ്റെ മധ്യസ്ഥത പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തു നിർവഹിക്കുന്ന മധ്യസ്ഥതയ്ക്ക് ഒരു നിഴലാണ്. സുവിശേഷത്തിനെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പാപിയുമില്ല എന്ന സന്ദേശമാണ് ഈ ലേഖനം നൽകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെയാണ് ഈ ഒനസിമോസ് പ്രദാനം ചെയ്യുന്നത്. പുരാതന ലോകത്തിൻ്റെ ശാപമായിരുന്നു അടിമത്തം. എന്നാൽ സുവിശേഷ സന്ദേശം അടിമയെയും യജമാനെയും ഒരേ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന സഹോദരന്മാരാക്കി തീർക്കുന്നു. നോക്കൂ, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്നു എന്നതാണ് ഇതിലെ പാഠം. പൗലോസ് റോമാ ഗവൺമെൻറ്റിനാൽ ബദ്ധനായിരിക്കുന്നു എങ്കിലും തൻ്റെ കൈമേൽ കിടക്കുന്ന ചങ്ങല ക്രിസ്തു തന്നെ അണിയിച്ചിരിക്കുന്ന വീരശൃംഖലയാണെന്ന് പറയുന്നു. തുടർന്ന് അർദ്ധഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.